പേപ്പറൊക്കെ കറക്റ്റ് ആണോടാ? ബെസ്റ്റ്. ഇവന്മാർക്ക് ഇപ്പോൾ പാതിരാത്രിയിലും ചെക്കിംഗ് ആണ്. അതവരുടെ ജോലിയല്ലേ ചെയ്യണേ? ഓ എങ്ങോട്ടാ രണ്ടും കൂടെ? ഒന്നുമില്ല സാറേ, ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. ബുക്കും പേപ്പർ എടുത്തോണ്ട് ജീപ്പിന്റെ അടുത്തോട്ടിയല്ലോ. CSR ഉണ്ട്. എന്താ സാറേ, CSR നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്താ? അല്ല, CSRന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് ചോദിച്ചതാ. സാറേ ഞാൻ പോവാം ബുക്കും പേപ്പറുമായിട്ട്. അത് വേണ്ട വേണ്ട വേണ്ട, വണ്ടി ഓടിച്ച ആള് തന്നെ അങ്ങ് പോയാൽ മതി. ബുദ്ധിമുട്ടാവല്ലോ സാറേ. DGPയുടെ ഓർഡർ ഒന്നും സാറ് കാണാറില്ലേ? യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുള്ള ചെക്കിംഗ് ഒന്നും പാടില്ലാന്ന്. എന്താണ് അവിടെ സാർ? സാറേ, ഇവിടെ DGPയുടെ ഓർഡറുമായി ഒരു മാഡം വന്ന് നിയമം പഠിപ്പിക്കുക. സാറ് തന്നെ ഇവിടെ വന്ന് മാഡത്തിന്റെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യണമെന്ന്. മാഡം ആയിരുന്നോ? പ്രദീപിന് ആളെ മനസ്സിലായില്ലേ? ചാനലിലെ വലിയ മാഡോ. മാഡം ഒന്ന് ഇറങ്ങിക്കേ, ഞങ്ങൾക്ക് വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ സാറ്? അത് യാത്രക്കാരോട് പറയാൻ പറ്റില്ല. ഇതും DGPയുടെ ഓർഡറാ. ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. പ്രദീപേ, വണ്ടി സെർച്ച് ചെയ്യ്. സർ. സാറാരാ? ബ്രദറാ? അല്ല, ഫ്രണ്ടാ. ഓ, ഫ്രണ്ടാണോ? പ്രദീപേ, ആ ഫ്രണ്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത്. സർ. ഫ്രണ്ടും കൂടെ പാതിരാത്രിക്ക് ഇത് എങ്ങോട്ടാ? സാറേ, ഞങ്ങൾ വെറുതെ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാ. ഇതിനകത്തൊന്നുമില്ല സാർ. ആ എടാ, ഈ പെമ്പിള്ളാരെയും കൊണ്ട് അസമയത്ത് പുറത്തിറങ്ങാതെ പകല് വല്ലതും പൊയ്ക്കൂടെ? എന്താ സാറേ, പെമ്പിളർക്ക് ഈ സമയത്ത് ഇറങ്ങാൻ പാടുന്ന വല്ല റൂൾ വല്ലതും ഉണ്ടോ? അതിങ്ങടുത്ത് മാഡം ഒന്ന് ഒതുക്കേ. സാറിന്റെ പ്രശ്നം എന്താ? ഒരു പ്രശ്നവുമില്ല. ഇത് വണ്ടി ഓടിച്ച ആൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ളൊരു ഡിവൈസാ. കണ്ടിട്ടില്ലേ? ഊതിയിട്ട് പോയാൽ മതി. മര്യാദക്ക് ഊതറി. സാർ കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കും. ഈ എടിപൊടിയൊന്നും വിളിക്കാനൊന്നും പറ്റില്ല. സാറേ വിട്ടേക്ക് സാറേ, പ്ലീസ്. പ്രിയ അതങ്ങ് ഊതി വിട്, പ്രശ്നം തീർന്നില്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. വിളിച്ചോണ്ട് പോടാ. നിന്നേ. ഇതാരുടെ വണ്ടിയാണ്? എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാ സാറേ, ഞാനാ ഓടിക്കാറ്. ഇത് ടാക്സി അല്ലേ? നിനക്ക് ബാഡ്ജ് ഉണ്ടോ? ഉണ്ട് സാർ. മാഡത്തിനോ? ഇല്ല. ബാഡ്ജ് ഇല്ലാതെ ടാക്സി ഓടിച്ചതിൻ്റെ പേരിൽ ഈ വണ്ടി ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുക. നാളെ രാവിലെ RC ഓണറായിട്ട് സ്റ്റേഷനിലേക്ക് വാ, അപ്പം നോക്കാം. അല്ല സാറേ, ഈ വണ്ടി ഇത് സാർ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല. എങ്ങനെ? ഈ വണ്ടി സാർ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല എന്ന്. അത് ഞാൻ തീരുമാനിച്ചോളാം. പ്രശ്നം ഉണ്ടാക്കാം. ഒന്ന് ചുമ്മാ ഇരിക്കും ജോർജ്. അങ്ങനെ സാർ തോന്നിയ പോലെ തീരുമാനിക്കാനൊന്നും പറ്റില്ല. സാർ പത്രം വായിക്കാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ട്. 2017 ജൂലൈ തൊട്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, അതായത് ഇതുപോലുള്ള വണ്ടികൾ ഓടിക്കാൻ ടാക്സി ബാഡ്ജിൻ്റെ ആവശ്യമില്ല. നോർമൽ ലൈസൻസ് മതി. അതെനിക്കുണ്ട്. സാറിന് ആ നിയമം അറിയില്ല എന്നുണ്ടെങ്കിൽ RTOനെ വിളിച്ചൊന്ന് ചോദിക്കേ. ചുമ്മാ വിളിച്ചു ചോദിക്കും സാറേ, നമുക്കറിയാലോ. സാർ വിട്ടേക്ക് സാർ, പുലിവാലാകും. ഇവര് പറഞ്ഞ് ശരിയാ, അങ്ങനെ ഉത്തരവുണ്ട്. സാർ ദേ, എല്ലാവരും മൊബൈൽ വീഡിയോ എടുക്കുന്നുണ്ട്. സാറേ, മാഡത്തെ വിളിച്ചോണ്ട് പോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അങ്ങനെ പോകാനൊന്നും പറ്റുന്നില്ല. സാർ ഒരു പെങ്കൊച്ചിന് ഇത്ര നേരം നിർത്തി ബുദ്ധിമുട്ടിച്ചല്ലേ? സാർ സോറി പറഞ്ഞിട്ട് പോയാൽ മതി. എൻ്റെ പൊന്നെ, ഞാൻ പറയാം സോറി, നീ കയറി പോവാം. സാറേ സോറി സാറേ, ഒന്നും തോന്നല്ലേ, സോറി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മാഡം എൻ്റെ സോറി കേട്ടിട്ട് പോയാൽ മതി. സോറി മാഡം. നിനക്ക് എന്തിന്റെ കേടായിരുന്നു റിയേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലെന്ന്. ജോർജ്, നീ എന്താ എൻ്റെ അടുത്ത് ചൂടാണ്? അയാളുടെ ആറ്റിറ്റ്യൂഡ് നീയും കണ്ടല്ലേ? എടി, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്ത് വേണല്ലോ ആയിക്കോട്ടെ. നീ ചുമ്മാ പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് കിടന്ന് സീൻ ഉണ്ടാക്കുന്ന ആരെങ്കിലും എടുത്ത് യൂട്യൂബിൽ കൊണ്ടിട്ടാല്
അങ്ങനെ പെമ്പിള്ളേരെ കുറച്ചൊക്കെ വകതിലുണ്ടാവും ചുമ്മാ. ഓ പെൺപിള്ളേർക്ക് മതിയല്ലോ ഈ വക തരൂ. ഈ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. നീയും കണക്കാം. നീ വണ്ടി സൈഡാക്കി. വക തരൂ കാണുമ്പോൾ നീ വണ്ടി സൈഡാക്കി അറിയാം. ഞാൻ എപ്പോഴും നിന്നോട് നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്താ എന്താ പ്രിയ, പ്രിയ, മോനെ. കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. പേടിക്കണം. വാ, എണീക്ക്. ചേട്ടാ, ചേട്ടാ, കാലിന് പിടിച്ച്. പ്രിയ, നീ പ്രാഞ്ചിനൊന്ന് വിളിച്ചേ. പ്രാഞ്ചി, നീ എവിടെയാ? ഞാൻ നമ്മുടെ തൃശ്ശൂർ ടോളില്ലേ, അതൊക്കെ കഴിഞ്ഞിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയല്ലേ. എടാ എടാ, നമ്മുടെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. ആണോ? എന്നിട്ട് കുട്ടാ നീ ആക്സിഡന്റ് ചത്തില്ലേ? എന്റെ ട്രിപ്പ് മുടക്കാനേ ഈ നമ്പർ ഒന്നും പോരാ, വേറെ എന്തെങ്കിലും ഉണ്ടോ ഇട് കുട്ടാ. എടാ പ്രാഞ്ചി, നമ്മുടെ വണ്ടി ഒരാൾ ഇടിച്ചു. ഞാനാ വണ്ടി ഓടിച്ചേ. റിയ, 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 എന്തുവാടി? എടാ കുറച്ച് കുഴപ്പമാ. ആള് സീരിയസ് ആണെന്ന് തോന്നുന്നു. എടാ എടാ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, നിങ്ങൾ എവിടാ ഇപ്പൊ? ഞങ്ങള് കൊടുങ്ങല്ലൂർ റൂട്ടില്. കൊടുങ്ങല്ലൂർ റൂട്ടില് എടാ എടാ എടാ, ചിറ്റേറ്റേറിയില്ലേ? ചിറ്റേറ്റേറ സെന്റ് ആന്റണീസ് പള്ളിയുടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ക്രൈസ്റ്റ്. നിങ്ങൾ അങ്ങോട്ട് വിട്ടോ, അതാ സേഫ്. അങ്ങോട്ട് വിട്ടോ. പ്രാഞ്ചി, കുഴപ്പാവോ? പ്രിയ, എടി എടി എടി, നീ ടെൻഷൻ അടിക്കല്ലേ. അവിടുത്തെ ഡോക്ടറല്ലേ, അതിന്റെ ഫ്രണ്ടാ ഡോക്ടർ ഫിറോസ്. നിങ്ങൾ അവിടെ ചെന്ന് ഫിറോസിനെ കണ്ടാൽ മതി. ഞാൻ ഇപ്പൊ വിളിച്ചു പറയാം, കേട്ടോ? ഓക്കെ. നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ഞാൻ അയ്യപ്പനെ വിളിച്ചു പറയാം, അവളവിടെ വന്നോളൂ. ആ, ഓക്കെ ഓക്കെ.